എനിക്കിപ്പോൾ ഒരു കാര്യം പറയാൻ തോന്നുന്നത്, ഈ തിരഞ്ഞെടുപ്പിൽ ഇപ്പം ഫലം പുറത്തു വരാൻ ഇനി ഏതാണ്ട് 10-20 ദിവസത്തിൽ കൂടുതലുണ്ട്. നമുക്ക് നമ്മുടെയൊക്കെ ഒരു ധാരണ അനുസരിച്ച് UDF ഭരണ സാധ്യത ഉണ്ട് എന്നാണ് നമ്മുടെയൊക്കെ ഒരു ധാരണ. അത് ശരിയാവണം എന്ന് ചിലപ്പോൾ LDF വരാം. ഞാൻ ചോദിക്കുന്നത്, ഇൻ കേസ് LDF പ്രതിപക്ഷത്തായി പോയി എന്നിരിക്കട്ടെ, ഈ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ഭാവി, അതായത് ഇപ്പോൾ 82 വയസ്സ് കഴിഞ്ഞ ഒരാളാണ് എങ്കിൽ പോലും പിണറായിയുടെ ആ സ്ഥാനത്തിന്, അതല്ലെങ്കിൽ പിണറായിയുടെ പാർട്ടിയിലെ അപ്രമാദിത്വത്തിന് അതൊരു മാറ്റം ഉണ്ടാക്കുമോ? പിണറായി രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകും, സംശയമൊന്നും വേണ്ട. സതീശനെ രാഷ്ട്രീയ വനവാസത്തിന് അയക്കാൻ നിൽക്കുകയാണ് ജോൺ ബ്രിട്ടാസ് അടക്കം. നിങ്ങളിപ്പോഴേ കാർഡ് തയ്യാറാക്കി വെച്ചത്. പക്ഷേ രാഷ്ട്രീയ വനവാസത്തിൽ യഥാർത്ഥത്തിൽ പോകാൻ പോകുന്നത് പിണറായി വിജയനാണ്. കാരണം പിണറായി വിജയൻ അധികാരമില്ലാതെ ഇനിയും ജീവിക്കാൻ പറ്റില്ല. പണ്ട് കുഴപ്പമില്ലായിരുന്നു. ഇത് ഈ അധികാരത്തിൻ്റെ രുചി അറിഞ്ഞ് അതിൻ്റെ മാധുര്യം നുകർന്ന് ഈ രാജാവിനെ പോലെ ജീവിച്ച സ്ഥിതിക്ക് ഇനി അദ്ദേഹത്തിന് ഇത് പറ്റില്ല. അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പതുക്കെ MLA സ്ഥാനത്ത് സത്യപ്രതിജ്ഞ ചെയ്തെങ്കിലും MLA ആകുമ്പോൾ, അപ്പോൾ MLA സാമാജികനായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം അദ്ദേഹം ഒറ്റ നിയമസഭാ സമ്മേളനങ്ങളിൽ പോലും പങ്കെടുക്കുന്നില്ല. ഇപ്പോൾ തന്നെ കടുത്ത അനാരോഗ്യമാണ്. എങ്ങനെയാണ് അദ്ദേഹം ഇപ്പോഴും ഇറങ്ങി നടക്കുന്നതെന്നുള്ളത് അദ്ദേഹത്തിനും അദ്ദേഹത്തിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കും മാത്രമേ അറിയൂ. കുറേ ഒരു പരിധിയിൽ മനോബലമുള്ള ആളാണല്ലോ. അതുണ്ട്, അതെല്ലാം ഉണ്ട്. മനോബലം ഉണ്ടെങ്കിലും അതിന് നല്ല പേടിയുണ്ട്, നല്ല ഭീതിയാണ്, ഭീരുവാണ്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയൊരു വസ്തുതയാണ്. പിണറായി വിജയൻ ഇല്ലെങ്കിൽ CPM കോൺഗ്രസിൻ്റെ അപ്പുറമായി മാറും. അതാണ് കാരണം അവർ അഹങ്കരിക്കുന്ന, അവരെപ്പോഴും പറയുന്ന കേഡർ സ്വഭാവം. ഈ കേഡർ സ്വഭാവം ഇപ്പോൾ അവിടെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ അടിച്ചമർത്താൻ വേണ്ടി മാത്രമാണ് ആ കേഡർ സ്വഭാവം. അല്ല, ഈ നമുക്ക് കണ്ണൂർ TK ഗോവിന്ദനും അല്ലെങ്കിൽ ആലപ്പുഴ KS സുധാകരനും അല്ലെങ്കിൽ V കുഞ്ഞികൃഷ്ണനൊക്കെ പോലുള്ള ആളുകൾ പരസ്യമായി രംഗത്ത് വരാൻ കാരണമായത് പാർട്ടിയുടെ സംഘടനാ ചട്ടക്കൂട് ദുർബലമായി എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ തന്നെയാണ്. അതെന്താ പറ്റിയെന്ന് മനസ്സിലായില്ലേ? കഴിഞ്ഞ 10 വർഷമായിട്ട് പാർട്ടി വ്യക്തിയാധിഷ്ഠിതം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും വ്യക്തിപൂജയില്ല. ഇവിടെ വ്യക്തിപൂജ മാത്രമാണ് നടന്നുകൊണ്ടിരുന്നത്. ആ വ്യക്തിപൂജ ഒരു വ്യക്തിക്ക് മാത്രം അവകാശപ്പെട്ടു. പി ജയരാജനെ പോലെയുള്ള ആൾക്കാരെ സ്തുതിച്ച് ഇത് വന്നില്ലേ, പാട്ട് വന്നു. KK ശൈലജയ്ക്ക് അണികളുണ്ടായി, KK ശൈലജയ്ക്ക് സെപ്പറേറ്റ് ഫാൻസ് ഉണ്ടായി. ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പിണറായി വിജയന് ശരിക്കും ദേഷ്യം വന്നു, അല്ലേ? അതല്ലേ സംഭവിച്ചു. മാത്രമല്ല, നമ്മൾ കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണല്ലോ, സംസ്ഥാന ആരോഗ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നവരെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്താൻ തുടങ്ങി. അതെ, അതിൻ്റെ ഫുൾ അദ്ദേഹം ഏറ്റെടുത്തു. കാരണം ഒരു പത്രസമ്മേളനം 2 പത്രസമ്മേളനമാണ് KK ശൈലജ നടത്തി. അതിനുശേഷം ഇത് ഇദ്ദേഹം ഏറ്റെടുത്തു. കാരണം ഞാനാണല്ല, ശ്രീനിവാസന്റെ സിനിമയിൽ പറഞ്ഞ പോലെ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ തല എൻ്റെ മുഖം എൻ്റെ ഫുൾ ഫിഗർ. അത് മാത്രമേ നമ്മൾ റോഡിൽ ഇറങ്ങിയാൽ കാണുന്നുണ്ട്. അത്രയാണ് ഏറ്റവും വലിയ പ്രശ്നം. CPM എന്ന് പറയുന്ന ഇത് കോൺഗ്രസ് വലതുപക്ഷ സംസ്കാരത്തിലേക്ക്, വലത് വ്യതിയാനം എന്നൊക്കെ ഇവർ പണ്ട് പറയും. അത് തന്നെ വലത് വ്യതിയാനമാണ്. വലത് വ്യതിയാനത്തെ കുറിച്ച് സംസാരിച്ചതിനാണല്ലോ MBR എല്ലാം പുറത്തു പോകേണ്ടി വന്നത്. അപ്പോൾ ഈ വലതുപക്ഷം പൂർണ്ണമായും വലതുപക്ഷ വ്യതിയാനം ആ പാർട്ടിക്ക് സംഭവിച്ചെന്ന് തന്നെ വേണേൽ പറയാം. കാരണം അതിന് ഉള്ള പ്രധാന ഘടകം ഒന്ന് വ്യക്തിപൂജ, രണ്ടെന്താ ഒരു വിഭാഗത്തിലേക്ക് മാത്രമായി അധികാരം ചുരുങ്ങി. അതെ, പാർട്ടിയിൽ നേതാവിനെ അനുസരിക്കുന്ന നേതാവിന്റെ വിധേയന്മാർക്ക് മാത്രം സ്ഥാനമാണ്. പിന്നെ ന്യായമായിട്ടുള്ള പാർട്ടിയിലെ പ്രവർത്തകരെ എല്ലാം ഒതുക്കപ്പെട്ടു. 2, 3, 4 കുടുംബാധിപത്യം. ഭർത്താവ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കഴിയുമ്പോൾ ഭാര്യ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുന്നു. അങ്ങനെയുള്ള ആ പാർട്ടിയുടെ ഒരു ചട്ടക്കൂട് ഇല്ലാതായി. ഇപ്പം നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഭരണം പോകുന്നുള്ളത് ഉറപ്പാണ്. 40 സീറ്റ് അല്ലെങ്കിൽ 50 സീറ്റ്. 50 സീറ്റ് മിക്കവാറും കുറവായിരിക്കും. ഒരു 40 സീറ്റ് കൂട്ടിയാൽ മതി. 40 സീറ്റിൽ CPM എത്രണ്ണം കിട്ടുമെന്ന് കണ്ടറിയണം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിണറായി വിജയനെ ക്യാപ്റ്റനാക്കിയുള്ള ഈ ഇലക്ഷൻ തിരിച്ചടിക്കുമെന്ന് പ്രചാരണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ചില സ്ഥാനാർത്ഥികൾക്ക് മനസ്സിലായി. നമ്മൾ വിവിധ മണ്ഡലങ്ങൾ സർവേ മനസ്സിലാക്കിയ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതാണ്. ഒരൊറ്റ പോസ്റ്ററിൽ പിണറായിയുടെ പടമില്ല, സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല ഒരു കാര്യം, കേരള കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി, കേരള കോൺഗ്രസ് മാണിയുടെ വോട്ട് തേടി പോവാണ്. അയാളുടെ ഭാര്യ പറഞ്ഞു, നമ്മുടെ പ്രചാരണ ഉപാധികളിലോ ഒന്നിലോ എവിടെയും പിണറായി എന്നുള്ള പേരോ പടമോ വരാൻ പാടില്ല. കാരണം അങ്ങനെ വന്നാൽ നിങ്ങൾ തോറ്റു. അത്രയ്ക്കുണ്ട് ജനരോഷം. അടുക്കളയിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് വരെ അറിയാം, അത്രയ്ക്കുണ്ട് ജനരോഷം. ഈ 2021 പിണറായി ക്യാപ്റ്റനായിട്ട് നയിച്ചു. ഇപ്പൊ ക്യാപ്റ്റൻ എന്നൊക്കെ എല്ലാവരും വിളിക്കുന്നു. അപ്പൊ ഈ ക്യാപ്റ്റനെ 2021 താരമായത് കിറ്റിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു പുള്ളി. അതെ, കിറ്റ് മാത്രമാണ് കൊടുത്തത്. കിറ്റ് കൊടുത്ത ആൾക്കാരെ വശത്താക്കിയ ആളാണ് പുള്ളി. പക്ഷേ ഈ 2025 വരുമ്പോൾ
ആ കഴിഞ്ഞ ഒരു 2 വർഷം കൊണ്ട് ഇദ്ദേഹം ഈ കേരള സമൂഹത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ടവനായി. അദ്ദേഹത്തിൻ്റെ ഭാഷ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെറുക്കപ്പെട്ടവനൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഷ തന്നെ. അപ്പോൾ എവിടെ നിന്നാണ് ഈ വെറുക്കപ്പെട്ടവൻ VS പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭാഷയല്ല VSൻ്റെ ഭാഷ. അപ്പോൾ നമ്മുടെ ഈ 2021 തൊട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അനലൈസ് പറഞ്ഞതാണ്, 2021 തൊട്ട് CPM-ൻ്റെ അപജയം തുടങ്ങുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എവിടെയൊക്കെ എന്തൊക്കെ, ഈവൻ നമ്മുടെ സെക്രട്ടേറിയറ്റിലെ സർവീസ് ഇവരുടെ ആശാവർക്കർമാരുടെ സമരം അല്ല ഉദ്യോഗസ്ഥരുടെ തെരഞ്ഞെടുപ്പിൽ വരെ CPM അതിൽ വരെ തോറ്റുപോയി. കാരണം അത്ര വലിയ ജനരോഷമാണ് ഇയാൾക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. അതിനിപ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം പാർട്ടി വ്യതിചലിച്ചതാണ്. അതെ, ഇന്നീ ലോകം എന്താ കാരണഭൂതൻ എന്ന് പറഞ്ഞൊരു പാട്ട്, തിരുവാതിരപ്പാട്ട് വരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞ ഇലക്ഷൻ സമയത്താണ് ഇദ്ദേഹത്തെക്കുറിച്ച് വലിയൊരു പാട്ട് വന്നത്. ഭയങ്കര സിനിമാറ്റിക് ആയിട്ടൊരു പാട്ട് വന്നത്. പിന്നെ ഈ കാണുന്ന ബോർഡുകളിൽ മുഴുവൻ പുള്ളിയുടെ തല, ഈ നിരത്തി വെച്ചിരിക്കുന്ന 10 ബോർഡ്, ഓരോ ബോർഡിനും 1000 വോട്ട് വീതം പോവാം. അതെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ സമയത്ത് അന്ന് കോൺഗ്രസിന് ഏറ്റവും തിരിച്ചടി, അത് അന്ന് ഫ്ലെക്സ് ഇല്ലെങ്കിലും രാജ്യം മുഴുവൻ വെച്ച് സഞ്ജയ് ഗാന്ധിയുടെ ബോർഡുകളാണെന്ന് പറയും. സംസ്ഥാന സർക്കാർ അവരുടെ ചിലവിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത ഈ സഞ്ജയ് ഗാന്ധിയുടെ ബോർഡ് വയ്ക്കേണ്ടുന്ന എല്ലായിടത്തും. നാളെ സോഷ്യലിസ്റ്റിൻ വീതിയിലൂടെ തെളിക്കും നേതാവേ അധികാരത്തിൽ തുടരുക അവസരങ്ങളെ രക്ഷിക്കാനെന്നാണ്. ഇയാൾ എന്ത് അധികാരം, ഇയാൾ പഞ്ചായത്ത് മെമ്പർ പോലും അല്ലായിരുന്നു. മാത്രമല്ല ഖജനാവിലെ പൈസ എടുത്തല്ലേ ഈ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. സർക്കാർ ഖജനാവിൽ PRDയുടെ കെയർ ഓഫിൽ ബോർഡ് വെച്ചപ്പോഴത്തേക്ക് വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ, ജനങ്ങളിലെത്തിക്കാൻ ബോർഡിന്റെ ആവശ്യമില്ല. ജനങ്ങൾക്ക് കാണുമ്പോൾ അറിയാം വികസനമാണോ അല്ലേ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം സിമ്പിളായിട്ട് ഞാനും നമ്മുടെ സാറും കൂടെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു, നിങ്ങളെ സംബന്ധിച്ചുള്ള ആരായിരിക്കും പിണറായിയുടെ ഒരു പിൻഗാമി? അതൊരുപാട് പേരുണ്ടല്ലോ എന്ന് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും. പക്ഷെ ആരെങ്കിലും ഉണ്ട്? അടുത്ത ലെയർ ഇല്ല. അതില്ലാതാക്കി. അതെ, അതില്ലാതാക്കിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തനിക്ക് വെല്ലുവിളിയാകുമെന്ന് തോന്നിയവരെ എല്ലാം അയാൾ പാക്കി. അതെ, G. സുധാകരനെ ഒരു മൂലയ്ക്ക് ഒതുക്കി, തോമസ് ഐസക്കിനെ ഒരു മൂലയ്ക്ക് ഒതുക്കി, ജയരാജന്മാരെ 3 ഒരു വഴിക്കാക്കി, ഇല്ലേ? പിന്നെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു K. രാധാകൃഷ്ണൻ, പഴയ സ്പീക്കറും ദേവസ്വം മുഖ്യമന്ത്രി K. രാധാകൃഷ്ണനെ ആ രായ്ക്ക് രാമാനെ പുള്ളി ഡൽഹിക്ക് വിട്ടു. പിന്നെ പുള്ളിയുടെ അടുത്ത സുഹൃത്തുക്കളായിട്ട് കോൺഗ്രസിൽ നിന്ന് KV തോമസിനെ പോലുള്ള ആൾക്കാർ കടന്ന് ഉപദേശകരും മറ്റുമാക്കി മാറി. ശരിക്കും പറഞ്ഞാൽ പാർട്ടി ബദലായിട്ട് വെച്ചിരുന്ന നേതാക്കൾ അവർക്കെല്ലാം പ്രായമായി. ഇനിയും വരുന്നത് അടുത്ത ഒരു നിരയെന്ന് പറയുന്നത് ഈ പിണറായി വിജയനെ പോലെയോ അല്ലെങ്കിൽ VS അച്യുതാനന്ദനെ പോലെയോ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കേൾപ്പുള്ള ആളല്ല. വായിക്കൊള്ളാത്ത മനുഷ്യന് മനസ്സിലാകുന്ന കടിച്ചാ പൊട്ടാത്ത പിന്നെ ഉത്തരാധുനികത സാഹിത്യം, സത്യാനന്തര കാലഘട്ടം എന്നൊക്കെ പറഞ്ഞു വരുന്ന സ്വരാജിനെ പോലുള്ള ആൾക്കാർക്കൊന്നും ക്രൗഡ് പുള്ളേഴ്സ് അല്ല. നമ്മുടെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ സമയത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ നമ്മളെല്ലാവരും ആദരവോടെയാണ് കണ്ടിരുന്നത്. ഇന്ന് അവർ ആ സ്ഥലത്ത് അവരെല്ലാം കോമാളികളായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതാണ്, ക്രൗഡ് പുള്ളർ അല്ല. ഇപ്പം എല്ലാവരും പറഞ്ഞു അടുത്തത് KK ശൈലജ. എന്ത് യോഗ്യതയാണ്? സത്യസന്ധമായി പറഞ്ഞാൽ KK ശൈലജ എന്ന് പറയുന്ന ആൾക്ക് എന്ത് യോഗ്യതയാണ്? കോവിഡ് കാലത്ത് ഒരു PR വർക്ക് നടത്തി അവർ മുന്നോട്ട് വന്നു. അവർ സ്വന്തമായി PR വർക്ക് നടത്തി. അതിന്റെ ഗതികേടാണ് അവർക്ക് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. കാരണം പിണറായി വിജയൻ അവരോട് ഇത്ര ദേഷ്യം വരാൻ കാരണം അവരുണ്ടാക്കിയ PR വർക്ക്. ആ PR വർക്ക് വഴി അവർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയുടെ? ഈ സംസ്ഥാനത്ത് ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് മരണം ഉണ്ടായ സംസ്ഥാനം കേരളമാണ്. അന്ന് മറച്ചു വെച്ചു. അതെ, ആ മാസ്കിന്റെ കാലത്ത് നടത്തിയ അഴിമതികൾ, ആ കോവിഡ്, അതാണ് ശൈലജയുടെ കാലത്താണ് കത്രിക ഉള്ളിപ്പോയെന്നാണ് വീണ ജോർജ് പറഞ്ഞത്. അതെ, എൻ്റെ കാലത്തല്ലെന്നാണ് പറഞ്ഞത്. അന്നത്തെ കാലത്ത് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിലേക്ക് മരുന്ന് വാങ്ങിയ വഴിയിൽ കോടികളുടെ അഴിമതി. ഒരു PPE കിറ്റിനൊക്കെ ഇട്ട വില നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. മന്ത്രി അറിയാതെയാണോ ഇതൊക്കെ നടന്നിട്ടുള്ളത്? നല്ല സുന്ദരൻ അഴിമതി നടന്നു, നല്ല ഗംഭീരമായിട്ട്. പക്ഷേ അവർ PR വർക്ക് കൊണ്ട് അവരെ വലിയൊരു സംഭവം. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, CPM നേതൃത്വത്തിൽ മന്ത്രിയാണെങ്കിലും പാർട്ടി പദവി വഹിക്കുന്നവരാണെങ്കിലും തന്നെ ഇവരെല്ലാം മക്കൾ സജീവമായിട്ട് കച്ചവടം തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. അതെല്ലാവരും MP ഗോവിന്ദന്റെ മകൻ, എല്ലാവരും മക്കളും. പണ്ട് ഈ പരിപാടി കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലായിരുന്നു. പക്ഷേ ഇതിന് ഇടയ്ക്കൂടി ഇവർക്ക് പണി കൊടുക്കുന്ന ഒരാളുണ്ട്, കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ. അതെ, ബിനീഷ് കോടിയേരി. പ്രത്യക്ഷത്തിൽ അദ്ദേഹം പാർട്ടി
അനുഭാവി അല്ല പാർട്ടിയുടെ അംഗമാണെങ്കിലും. സ്വന്തം ആളാണെന്ന് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിലും അങ്ങേര് മറ്റൊരു സൈഡിൽ കൂടെ ശരിക്കും പണിയുന്നുണ്ട്. അങ്ങനെ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇയാൾ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഇയാൾ ഷോൺ ജോർജ് മുഖേനയാണ് ഈ പിണറായിയെ തകർക്കാൻ രംഗത്തിറങ്ങിയത്. സത്യമായിരിക്കാം. ആയിരിക്കാം. കാരണം ഈ മക്കളും ഭാര്യയും മക്കളും എല്ലാം, ഈ ഭാര്യയും മക്കളും എല്ലാം കൂടെ കൂട്ടത്തോടെ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ പണ്ട് കോൺഗ്രസ്സിൽ പറഞ്ഞു കേട്ടിരുന്നൊരു അപവാദമാണ്. ഇപ്പം അവിടെ അവരൊക്കെ വേറെ വഴിക്ക് പോവുകയും അവരൊക്കെ മാത്രമല്ല, പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കോൺഗ്രസ് നേതാക്കന്മാരെ പലരുടെയും ഭാര്യകൾക്ക് നല്ല ഉയർന്ന ജോലിയുള്ളവരൊക്കെയാണ് പലരും. അവരെ വഴിക്ക് വയ്ക്കുവാണ്. ഈ ഇവരുടെ പലരുടെയും ഭാര്യകൾക്ക് അത്ര ജോലിയൊന്നും ഇല്ലാത്തവരാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികം അവരൊക്കെ ഇടപെട്ട് തുടങ്ങും. പിണറായി വിജയൻ മാറിയ അടുത്തതായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന പേര് MV ഗോവിന്ദൻ്റെയാണ്. ആ കാശിന് കൊള്ളാത്ത എഴുത്ത്. ഇത്തവണ ഇലക്ഷൻ പ്രചരണത്തിന് പോലും അയാൾ ഇറക്കിയില്ല. ഇറക്കിയത് സ്വരാജിനെയാണ്. സ്വരാജ് പറഞ്ഞു ഒന്ന് നാട്ടുകാർ മനസ്സിലായത്. പിന്നെ ഉള്ളത് ആരൊക്കെയാണ്? നല്ല നേതാക്കന്മാരുണ്ട്. എവിടെ ഉണ്ടെന്നറിയാം? M വിജയകുമാർ എവിടെ പോയി? M വിജയകുമാർ. സുരേഷ് കുറുപ്പ് എവിടെ പോയി? ഇത്രയും ജനകീയനായ 1984 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുഴുവൻ ഇന്ദിരാ തരംഗം ആഞ്ഞടിച്ചപ്പോഴും കോട്ടയത്ത് നിന്ന് ജയിച്ച ആളാണ് സുരേഷ് കുറുപ്പ്. അദ്ദേഹം ഇല്ല. അതെ. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ വിജയരാഘവനും എന്താ NN കൃഷ്ണദാസ്, എന്താ അദ്ദേഹത്തിന്റെ പേര്? കൃഷ്ണദാസ് പഴയ MP. അതെ. അപ്പൊ ഇവര് ഒന്നിനെ ഇത്തവണ കണ്ടിട്ടില്ല. അല്ല, ഈ വിജയരാഘവനൊക്കെ സംസാരിക്കാൻ ഇറങ്ങിയ തീർന്നു. അതോടുകൂടി അവരെ ഒന്നും ഇറക്കിയിട്ടില്ല. കാരണം അപകടമാണെന്ന് അവർക്കറിയാം. പക്ഷെ ഈ ഇപ്പോഴത്തെ പിണറായിക്ക് ശേഷമുള്ള അടുത്ത ലെയർ എന്ന് പറയുന്നത് ഇവരൊക്കെയാണ്. ഇനി അതിനുശേഷമുള്ള ലെയർ എന്ന് പറഞ്ഞ് വരുന്നത് ആരൊക്കെയാണ്? സ്വരാജ്, ചിന്താ ജെറോ, AM റഹീം, പിന്നെ ഈ ആർഷോ, പിന്നെ സനോജ്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് വരുന്നത്. ഇതിനാരൊക്കെങ്കിലും അതിനകത്ത് സ്വരാജിൻ്റെ കാര്യം നമുക്കറിയാം. വാ തുറന്ന് പറയുന്ന നാട്ടിൽ ഒരാൾക്കും മനസ്സിലാകത്തില്ല. പുള്ളി ആ ഉത്തരാധുനിക സാഹിത്യം പറയുന്നു. ഒരു മനുഷ്യന് മനസ്സിലാകത്തില്ല. ഇവിടെ അന്തം കമ്മികളെല്ലാം കൂട്ടി കൈയടിക്കടാന്നും പറഞ്ഞു അദ്ദേഹം മുന്നം വെക്കുന്നത് അമേരിക്കയാണ്. അതെ, അമേരിക്കയാണ് ലോകത്തല്ല പ്രശ്നങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വത്ത് വരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മത്സരിച്ചപ്പോൾ നോക്കിയപ്പോൾ ജീപ്പ് കോമ്പാസ് ഉണ്ട് അദ്ദേഹം. പുള്ളി തെരഞ്ഞെടുപ്പിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്താണ്? ശവം തൂക്കികൾ എന്ന വാക്ക്. ഈ ശവം തൂക്കികൾ എന്ന വാക്ക് പുള്ളി തെരഞ്ഞെടുപ്പിന് സംഭാവനയായിട്ട് അങ്ങോട്ട് ഇട്ടുകൊടുത്തു. അത് തിരിച്ച് നേരെ മാധ്യമപ്രവർത്തകർക്ക് അദ്ദേഹം ഒരു വാക്കുതല കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിതൃശൂന്യം. ഇപ്പൊ പുള്ളിയെ അറിയപ്പെടുന്ന പൂമരൻ എന്നാ. ഈ പുള്ളിയെ അങ്ങോട്ട് ഇട്ടുകൊടുത്ത ശവം തൂക്കികൾ അതിന്റെ 4 ഇരട്ടി വലിപ്പത്തിൽ സ്പീഡിൽ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ തൂക്കി ഇവരുടെ ദേഹത്തോട്ട് ഇട്ടു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ ഇല്ലാതാവുന്നതോടെ ഈ പാർട്ടി തീർന്നു എന്നുള്ളതാണ്. അതാണ് ചുരുക്കം. കാരണം നമുക്കറിയാം എല്ലായിടത്തും അഴിമതിയാണ് ഈ പാർട്ടിക്കകത്ത്. അല്ല, ഈ കച്ചവടക്കാരന്മാരെ മാത്രം കൂടെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുക. കളങ്കിത വ്യക്തിത്വങ്ങൾ മാത്രമാണ് പാർട്ടികളുടെ ഏരിയ സെക്രട്ടറിമാരായിട്ടും ഏരിയ ഭാരവാഹികളായിട്ടും ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിട്ടും ഇരിക്കുന്നത്. ഇവരെല്ലാം സമ്പാദിച്ചു കൂട്ടിയതിന് കയ്യും കണക്കുമില്ല. നമ്മുടെ ജില്ലയിലൊക്കെ ഓരോ ഏരിയ സെക്രട്ടറിമാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോടികളുടെ അനധികൃത സമ്പാദ്യം. ഈ ഇടയ്ക്ക് അടുത്തൊരു ജയശങ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പാർട്ടിക്ക് ഇത്രയും അപജയം സംഭവിക്കാനുള്ള കാരണം കയറിൽ ചാനൽ തുടങ്ങിയതാണ്. അതാ, കയറിൽ ചാനൽ തുടങ്ങിയപ്പം പിണറായിയെ വിളിച്ചോണ്ട് ബ്രിട്ടാസ് എല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പോയി ഷെയർ വിരിക്കാനും മറ്റുമൊക്കെ. അവിടെ ചെന്നപ്പോൾ ഇതിൻ്റെ ഒരു 7 സ്റ്റാർ ഹോട്ടലിൻ്റെ ജീവിതവും ഈ പ്രവാസി വ്യവസായികളായിട്ടുള്ള സൗഹൃദവും അവരുടെ സർക്കാരും ഇതെല്ലാം കൂടെ കണ്ട് അയ്യോ ഇത് കൊള്ളാമല്ലോ, ഇത് നമ്മൾ ഇത്രയും കാലം നമുക്ക് അറിഞ്ഞുകൂടായിരുന്നല്ലോ എന്ന് പറഞ്ഞ കാര്യം. പണ്ട് കർശന നിയമങ്ങളാണല്ലോ. പണ്ട് 50കളിലൊക്കെ തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ MP മാർക്ക് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം വരെ വരണമെങ്കിൽ പോലും ട്രെയിനിൽ അന്ന് 3rd ക്ലാസ് ഉണ്ട്. 3rd ക്ലാസ്സിൽ സഞ്ചരിക്കാൻ പാടുള്ള നിയമമുണ്ട്, പാർട്ടി നിയമം ഉണ്ടായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പം ഫ്ലൈറ്റ് കയറി തെരഞ്ഞെടുപ്പ് നേരിടാൻ ഇവർക്ക് എവിടുന്ന ഈ പണം ഉണ്ടായത്? എത്ര കോടി BJP ചെലവഴിച്ച ഏറ്റവും വലിയ സമ്പന്ന പാർട്ടിയാണ് BJP ചെലവഴിച്ചതിന്റെ ഇരട്ടി തുക ഇവർ ചെലവഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇന്നലെയാണ് അവസാനത്തെ അണിയടിച്ചത്. എന്താ പറയുക, പത്രങ്ങളിലെല്ലാം ഒരു പൂവും പിടിച്ച് ഉള്ളിയിരിക്കുന്ന ഒരു പടവും കൂടെ കൊടുത്തു, ക്യാപ്ഷൻ. അതോടുകൂടി ഔട്ട്, എന്തായാലും തോക്ക് പിടിച്ച പണം കൊടുക്കാത്തത് കാര്യമായെന്ന് പറയാം. ഔട്ട് കംപ്ലീറ്റ്. അപ്പോൾ എന്തായാലും ഈ കാര്യത്തിൽ ഈ പ്രതിപക്ഷത്തേക്ക് പോവുകയാണെങ്കിൽ വലിയ കഷ്ടമാണ്. പിന്നെ സാംസ്കാരിക നയന്മാരൊക്കെ മറുകണ്ണം ചാടി രക്ഷപ്പെട്ടോളും. ഈ അന്തം കമ്മികളും മുഖ്യമന്ത്രിയുടെ കൂടെ നിന്ന മുഖ്യമന്ത്രിയുടെ പ്രധാന ഉപദേഷ്ടാക്കളെ ചമഞ്ഞു നിന്നവരൊക്കെ മരണം ചാടും. അധികാരം പോയ പിന്നെ ആരും കൂടെ നിൽക്കില്ലല്ലോ അത്രയും നേരം. പിന്നെ അതിലെല്ലാം ഉപരിയായിട്ട് പാർട്ടിക്ക് ഒരു നേതൃത്വം ഇല്ലാതായി മാറും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ. അതെ. ബംഗാളിലെ പോലെ പാർട്ടിയുടെ ആസ്തികളൊക്കെ അവസാനം ഓരോരോ ഭാരവാഹികൾ കൊണ്ടുപോകും ദൈവത്തിൻ്റെ അറിയാം.